ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെ വിശേഷങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള അവക്കാഡോ മിനി ബുക്ക് ഉണ്ടാക്കാം. മിനി ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര മിനിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മിനി ബുക്കാണ്. അത്യാവശ്യം നമുക്ക് നോട്ടൊക്കെ എഴുതാനും പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് A4 ഷീറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടാക്കി കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ രണ്ടാക്കി കട്ട് ചെയ്ത A4 ഷീറ്റിനെ വീണ്ടും രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. A4 ഷീറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ പഴയ നോട്ട്ബുക്കിൽ പേജസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ പഴയ നോട്ട്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പേജസ് ഉണ്ട്, പക്ഷേ നോട്ട്ബുക്ക് ഇവിടെ ഇല്ല. പഠന കാര്യത്തിൽ കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ട് അതൊക്കെ അപ്പം തന്നെ ഞാൻ ആക്രിക്ക് കൊടുത്ത് പുട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് പഴയ നോട്ട്ബുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേജസ് കീറിയെടുത്തൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്തെടുത്തതിൻ്റെ മുകളിൽ ലോണ്ട്രി ക്ലിപ്പോ പേപ്പർ ക്ലിപ്പോ വെച്ച് സെക്യൂർ ചെയ്യാം. ദെൻ പശ വാരി കോരി ഒഴിക്കാം. പശ ഒലിച്ചിറങ്ങുന്നതൊന്നും നിങ്ങൾക്ക് മൈൻഡ് ആക്കണ്ട, ഒലിച്ചിറങ്ങിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ നന്നായി പശ തേച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പേജസ് യൂസ് ചെയ്യുമ്പോൾ ഞാനും വരുന്നു നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പേജസ് ഇങ്ങ് പോരും. അതുകൊണ്ട് കുറച്ചധികം തന്നെ പശ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചട്ടയ്ക്ക് വേണ്ടി ഇതേപോലെ 3 പേപ്പർ കട്ട് ചെയ്തെടുക്കുക. പേജസിനേക്കാളും കുറച്ചും കൂടി വലുത് വേണം ചട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു വലിയ പേപ്പർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കുക. കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളർ ചെയ്തെടുത്ത് കേട്ടോ. ഇനി ആ കളർ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചട്ടയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കുക. ആ നടുക്കത്തെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പം കുറച്ച് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 0.2 സെൻറ്റിമീറ്റർ അത്രയൊക്കെ മതി. ഇല്ലെങ്കിൽ നമ്മൾ ബുക്ക് മടക്കുമ്പോൾ അത് മടങ്ങില്ല, ശരിക്കൊരു നീറ്റ് ലുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു അവക്കാഡോനെ വരച്ചെടുക്കുക. അവക്കാഡോ എന്താ കുടിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഈ അവക്കാഡോ വരച്ച് കളർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറുണ്ട്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവക്കാഡോനെ ക്യൂട്ടായിട്ട് വരച്ച് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കണ്ണും ബ്ലഷും വരച്ച് കൊടുത്ത് ഒരു ജെൽ പെൻ വെച്ച് ഔട്ട്ലൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവക്കാഡോൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ച ബുക്ക് ഉണ്ടല്ലോ, അതങ്ങ് പേപ്പർ ക്ലിപ്പായിട്ട് ഒട്ടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് വലിച്ച് പറിച്ചെടുക്കാം. കുറച്ച് മിസ്സി ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇനി ഇതേപോലെ ഒരു ലോങ് പേപ്പർ എടുക്കുക. അതിൻ്റെ അകത്തും ഗമ്മ് തേച്ച് നമ്മൾ നേരത്തെ ഒട്ടിച്ച സ്ഥലം ഉണ്ടല്ലോ അവിടെ തന്നെ ഒട്ടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ഒട്ടിക്കരുത്. അത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് എക്സസ് ആയി വരുന്നത് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ വെച്ചാൽ നമ്മളെ പേജസ് ഒന്നും കൂടിയും സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ ബുക്കിനൊക്കെ പൊതിയിടുന്നത് പോലെ ഈ ചട്ടേൻ്റെ മുകളിലേക്ക് പേപ്പർ വെച്ച് ബുക്കിന് പൊതിയിടുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും നമ്മൾ പശ തേക്കുമ്പോൾ പിശുക്കൊന്നും കാണിക്കണ്ട, വാരി കോരി ഒഴിച്ചിട്ട് ഒട്ടിച്ചോട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പൊതിയിടുന്ന പോലെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്യൂട്ട് നോട്ട്ബുക്ക് റെഡിയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ളതും കൂടി അറിയാനൊരു കൗതുകമുണ്ട്. അവസാനം ഞാൻ അവക്കാഡോ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇറ്റ്സ് മൈ അവക്കാഡോ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവക്കാഡോൻ്റെ സ്പെല്ലിങ് തെറ്റിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പം നമ്മൾ ആ എ മാറ്റിയിട്ട് O ആക്കാൻ വേണ്ടി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, അവസാനം നമ്മൾ എ മാറ്റി O ആക്കി മാറ്റിയിട്ടുണ്ട്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അതും കൂടിയും കഴിഞ്ഞാൽ നമ്മളെ ക്യൂട്ട് നോട്ട്ബുക്ക് റെഡിയായി. ഇനി സ്കൂളിൽ പോയിട്ട് ഷോർക്കാൻ എന്ത് വേണം അതും കൂടി കമൻറ്റ് ചെയ്യും. കമൻറ്റ് എന്നാണല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ വായിന്നും കമൻറ്റ് എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാണ്ട് പോകുന്നത് മോശമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേറെ വേണ്ടതെന്നുള്ളത് ഒന്നും കൂടി കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബായ്.